Once again, welcome back to ബിഗ് ലേണിംഗ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് ആയി അല്ലെ. ഇറിഗേഷന്റെ എക്സാം നെക്സ്റ്റ് ഡേ ആണ്. 22 പോർട്ട് എയുടെ എക്സാം. നമ്മൾ കുറെ നാളത്തെ പ്രിപ്പറേഷൻ അതിന്റെ അവസാനത്തിലേക്ക് എത്തിക്കാം. നേരെ ഓപ്പോസിറ്റ് ആണ്. ആദ്യം പോർട്ട്. ഓക്കെ. അപ്പോ നമുക്കിനി നോക്കാനുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ എക്സാം സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം എന്നുള്ള മാത്രമാണ്. അതായത് ഇനിയിപ്പോ ഒരാഴ്ച കൂടെ ഉണ്ട്. ഈ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, അതുപോലെ തന്നെ നമ്മൾ എക്സാം ഹാളിൽ എങ്ങനെയാണ് എക്സാമിന് അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതി, നമുക്ക് കോമൺലി അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടാത്തതായിട്ടുള്ളത്, അതുപോലെ നമ്മളൊരു ഇനിയുള്ള ദിവസങ്ങളിൽ കീപ്പ് ചെയ്യേണ്ട ടൈം ടേബിൾ എങ്ങനെയാണ്, അതായത് എങ്ങനെയാണ് ഓരോ ദിവസവും നമ്മൾ ഓരോ ടൈം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്, ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, അതിന്റെ പ്രാധാന്യം എന്താണ്, എക്സാമിനേഷൻ ഹാളിൽ എങ്ങനെയാണ് എക്സാമിന് അപ്രോച്ച് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ഡു ആൻഡ് ഡോൺസ്. നമ്മൾ ഇനി ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ഏകദേശം നിയർലി 1 വീക്കാണ് ഉള്ളത്. അപ്പൊ സമയം വയസ്സായിട്ട് ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഇത്രയും നാളത്തെ മേ ബി 6 months അല്ലെങ്കിൽ 1 year അല്ലെങ്കിൽ ചിലരൊക്കെ 2 year ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇനിയുള്ള ഒരാഴ്ച നിങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻ മൊത്തം ഇപ്പം വേസ്റ്റ് ആയി പോകും. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ എക്സാമിന്റെ 90 മിനിറ്റിൽ ചെയ്യുന്ന പെർഫോമൻസ് മാത്രമാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമ്മൾ എന്തുമാത്രം ഡീപ്പിൽ പഠിച്ചു, എന്തുമാത്രം സബ്ജക്റ്റ് കവർ ചെയ്തു, എന്തുമാത്രം നമ്മൾ സിലബസ് റിവൈസ് ചെയ്തു, എത്രമാത്രം ക്വസ്റ്റ്യൻസ് നമ്മൾ MCQs നമ്മൾ പ്രാക്ടീസ് ചെയ്തു, അതൊന്നും മാറ്റർ അല്ല. ആ 90 മിനിറ്റ്സിൽ നിങ്ങളുടെ ആക്ടിവിറ്റീസ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതും 90 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ 100 ക്വസ്റ്റ്യനിൽ എത്ര ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും നിങ്ങളുടെ ടൈം മാനേജ്മെന്റും നിങ്ങളുടെ ആക്യുറസിയുമാണ് നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ സ്റ്റേജും ഒരു ഗവൺമെന്റ് സെർവന്റ് എന്നുള്ള സ്റ്റേജും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ് ആ എക്സാം എന്ന് പറയുന്നത്. ഒരു ഗ്യാപ്പല്ല, കടമ്പയാണ്. സോ ആ സമയത്ത് നിങ്ങൾ ഒരുപാട് ടെൻസ്ഡ് ആവാതെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ട് അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ഡോണ്ട് ആൻഡ് ഡു ആൻഡ് ഡോൺസ്. എന്തൊക്കെയാണ് ഈ സമയത്ത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, അതാണ് പറയുന്നത്. അപ്പൊ അതിൽ ഞാൻ ഒന്നാമത് കൊടുത്തിരിക്കുന്നത് സ്റ്റിക്ക് ടു ദി സിലബസ് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ എക്സാം പഠിക്കുമ്പോൾ ഇറിഗേഷൻ, പോർട്ട് രണ്ടിന്റെ സിലബസ് ഏകദേശം സെയിം തന്നെയാണ്. എന്നാൽ കുറച്ച് ഓവർലാപ്പ് ഉണ്ട്, കുറച്ച് ഓവർലാപ്പ് അല്ലാത്തതുണ്ട്. അപ്പോൾ ഓരോ എക്സാമിന്റെയും സിലബസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ല വെറുതെ വാരി വലിച്ച് പുതിയൊരു ഡാറ്റ കിട്ടി, പുതിയൊരു MCQ കിട്ടി, നമ്മൾ അത് ഇതുവരെ പഠിക്കാത്തതാണ് എന്ന് നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ സിലബസിലുള്ളതാണ്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യന്, നമ്മുടെ എക്സാമിന് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് ഉണ്ടെങ്കിൽ മാത്രം അത് നിങ്ങൾ സ്വീകരിച്ചാൽ മതിയാവും. അപ്പൊ ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ് ഞാൻ സ്റ്റിക്സ് ടു സിലബസ് എന്ന് പറയുന്നതിന് കാരണം. അത് ആവശ്യമുള്ള സബ്ജക്റ്റ് മാത്രം പഠിക്കുക, ആവശ്യമുള്ളത് സിലബസിലുള്ളത് മാത്രം. സിലബസിന്റെ പുറത്തേക്ക് ഒരിക്കലും പോകരുത്. നിങ്ങൾ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവും. എനിക്കൊരു 100% ഉറപ്പാണ്, ഈ ലൈവിലുള്ളതും ഈ ലൈവ് ഇനി അത് യൂട്യൂബിൽ റെക്കോർഡ് ചെയ്ത് കാണുന്നവരും അതുപോലെ തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സും സിലബസ് 100% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകില്ല എന്നുള്ളത് 100% ഉറപ്പാണ്.
ഉറപ്പാണ്. കാരണം അത് ഇമ്പോസിബിൾ ആണ്. 100% സിലബസ് കംപ്ലീഷൻ വിത്ത് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഇമ്പോസിബിൾ. അത് ഒരു 1ാം റാങ്കുകാരനും അത് പോസിബിൾ അല്ല. ഓക്കെ, ഇവിടെ എന്താ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുമാത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ഒരു എക്സ്റ്റെൻഡ് ഉണ്ടാവില്ല, എന്തുമാത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്, പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്തുമാത്രം റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് മാറ്റർ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ ഇനിയിപ്പോ സിലബസ്, ഇപ്പൊ സപ്പോസ് നിങ്ങൾ സിലബസിൽ ഏതെങ്കിലും ഒരു മൂല ഒരു എന്താ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ ഇന്ന ടോപ്പിക് നമ്മൾ ടച്ച് ചെയ്തിട്ടേ ഇല്ല, അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസിന്റെ ഒരു ടോപ്പിക് നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല എങ്കിൽ അത് വിട്ടാം. അത് നിങ്ങൾ ഇനിയിപ്പോ അതിനെ പറ്റി ബോധറേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ആ ഏരിയ നിങ്ങൾ ഇനിയിപ്പോ പഠിച്ചു വന്നിട്ട് അതിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് 1 ദിവസം 2 ദിവസമൊക്കെ എടുക്കുമെങ്കിൽ നിങ്ങൾ അത് വിടുക. പകരം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് കരുതി ടെൻഷൻ അടിക്കരുത്. ഓക്കെ, ദാറ്റ് ഈസ് വെരി കോമൺ. നോ വൺ ഇൻ ദിസ് കോമ്പറ്റീഷൻ വിൽ കംപ്ലീറ്റ് ദി സിലബസ്. ഓക്കെ, നെക്സ്റ്റ് ഡോണ്ട് ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറയാൻ കാരണം, ഇനിയുള്ള സമയത്തും എക്സാമിനേഷൻ ഹാളിലും നിങ്ങൾ ഇനി ഇൻവെസ്റ്റിഗേഷൻ എന്ന അന്വേഷണം, ഇനി പുതിയ കാര്യങ്ങൾ, അതായത് ഇപ്പൊ ഒരു ഫാക്ട് കിട്ടി, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഓടിയിരുന്നപ്പോഴോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗൈഡിൽ നിന്നോ പുതിയൊരു കോൺസെപ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടി. അപ്പൊ ഇനി അതിന്റെ പുറകെ പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല, ആ ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്ന്, അത് ഏത് ടോപ്പിക്കാന്ന് മനസ്സിലായി, അതിന്റെ റീസൺ എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ പ്രോബ്ലം ആണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ആൻസറിലേക്ക് എത്തിയെന്ന് അറിയാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്ത് കളയാം. കാരണം അത് ഇനി നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം വേസ്റ്റ് ആവുകയാണ്. കാരണം നമുക്ക് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ സമയം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ഗെയിൻ ചെയ്ത, ഇതുവരെ അക്വയർ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് നോളജിനെയും എക്സാമിനേഷൻ ഹാൾ വരെ എത്തിക്കുക എന്നുള്ളതാണ്. എക്സാമിനേഷൻ ഹാളിൽ എത്തിച്ചിട്ട് ആ 90 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കളയാം, കുഴപ്പമില്ല. അല്ലാതെ നമുക്ക് ഇനി പുതിയൊരു കാര്യം പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ഒരാഴ്ച ഉണ്ട്, 2-3 ദിവസം കൊണ്ട് പുതിയൊരു ടോപ്പിക് പഠിച്ചു തീർത്തു. എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലം മൊത്തം പഠിച്ചു വരുന്ന സാധനങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവില്ല. എത്ര തവണ പഠിച്ചാലും നമ്മൾ അവസാനത്തെ ഒരാഴ്ച വീണ്ടും ഒരു കംപ്ലീറ്റ് റിവിഷൻ നടത്താതെ നമുക്ക് മൈൻഡിൽ എത്തില്ല. അപ്പൊ അതിന് ഒരുപാട് സമയം വേണ്ടിയിരിക്കെ അനാവശ്യമായിട്ട് പുതിയ കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് സമയം കളയാതിരിക്കുക. ഓക്കെ, 3ാമത് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ്, ഡോണ്ട് വാച്ച് വീഡിയോ ലെക്ചേഴ്സ്. വീഡിയോ ലെക്ചേഴ്സ് നമ്മൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ഇനിയിപ്പോൾ വീഡിയോ ലെക്ചേഴ്സ് കാണേണ്ട ആവശ്യമില്ല. ഈ സമയം വീഡിയോ ലെക്ചേഴ്സ് കാണേണ്ട സമയമല്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു പെട്ടെന്നൊരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യം വന്നു, ഒരു പർട്ടിക്കുലർ പോയിന്റ്, അത് നിങ്ങൾക്കറിയാം വീഡിയോയിൽ ഇന്ന സ്ഥലത്ത് കിടക്കുന്നുണ്ട്, അപ്പൊ ഇന്ന സ്ഥലത്ത് കിടക്കണ്ടെങ്കിൽ ആ സെക്ഷൻ മാത്രം കാണുന്നതുകൊണ്ട് കുറ്റമില്ല. എന്നാൽ മാക്സിമം കംപ്ലീറ്റ് വീഡിയോക്ക് വന്നിരുന്ന് കണ്ടു തീർക്കുന്ന പരിപാടി നിർത്തിക്കൊള്ളാം. ഓക്കെ, ഈ സമയം വീഡിയോ ലെക്ചേഴ്സ് കാണാനുള്ള സമയമല്ല, അത് സമയം ഓൾറെഡി കഴിഞ്ഞു. നമുക്ക് ഈ സമയത്ത് എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ കുറെ നാളത്തെ പ്രിപ്പറേഷൻസ്, അതായത് വീഡിയോ ലെക്ചേഴ്സ് കണ്ട് നമ്മൾ നോട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. മേ ബി നിങ്ങൾ ചിലരെങ്കിലും ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. വീഡിയോ ലെക്ചേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ PDF പ്രിന്റ് ഔട്ട് ചെയ്ത് അതിൽ നോക്കിയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അതുകൂടാതെ ചിലവര് ഒരു ഷോർട്ട് നോട്ട്, അതായത് പെട്ടെന്ന് മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഷോർട്ട് നോട്ട്സും ആണ് നിങ്ങൾ ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യാവുള്ളൂ. അല്ലാതെ വെറുതെ വീഡിയോസ് കണ്ട് യൂട്യൂബിലെ പുതിയൊരു കോൺസെപ്റ്റിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയില്ല, യൂട്യൂബിൽ കയറി അതിന്റെ വീഡിയോ സെർച്ച് ചെയ്യലൊന്നും വേണ്ട. അതിന്റെ സമയം ഇപ്പൊ ഇല്ല. അതൊക്കെ നിങ്ങളുടെ ടൈമിനെ അനാവശ്യമായിട്ട് കളയുള്ളൂ. മേ ബി ആ കോൺസെപ്റ്റിൽ നിന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമായിരിക്കും, ചിലപ്പോൾ അതിന്റെ 1 മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുമായിരിക്കും. ഓക്കെ, പക്ഷെ അതിന് പകരം നിങ്ങൾ 3-4 മാർക്ക് ബലി കൊടുക്കേണ്ട അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുതിയൊരു ടോപ്പിക്ക് പഠിച്ചു, ഒരു വീഡിയോ ലെക്ചർ, ഏതെങ്കിലും വീഡിയോ യൂട്യൂബ് വീഡിയോ കണ്ട് പുതിയൊരു സിലബസിലുള്ള ഒരു കാര്യം നമ്മൾ പഠിച്ചു എന്ന് വിചാരിക്കാം. നമ്മളത് ആവശ്യത്തിന് MCQs അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ എക്സാമിന് വരുമ്പോൾ നമ്മളിത് പഠിച്ച ഏരിയ ആയതുകൊണ്ട് നമ്മൾ ആൻസർ ചെയ്യാൻ നിർബന്ധിതരാകും. നമുക്കത് ആൻസർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. പക്ഷെ ചിലപ്പോൾ അത് പൂർണ്ണമായിട്ടും നമുക്ക് അതിന്റെ കറക്റ്റ് ആൻസർ അറിയാൻ പാടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നമ്മളത്
ആൻസർ ചെയ്ത് നെഗറ്റീവ് വരുത്താനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളും അവോയ്ഡ് ചെയ്യുക. പുതിയ വീഡിയോ ലെക്ചേഴ്സ് കാണാതിരിക്കുക, പുതിയ കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, സിലബസിന് പുറത്തുള്ള കാര്യങ്ങളാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് തന്നെ വിടുക. കാര്യം നമ്മുടെ സിലബസിന്റെ ഏറ്റവും താഴെ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ പുറത്തേക്കും ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് PC ഒരു മുൻകൂർ ജാമ്യം എടുത്തേക്കണേയാണ്. ഓക്കെ, യു ഡോണ്ട് മൈൻഡ്, നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എക്സാമിന് പഠിക്കുമ്പോൾ ചിലവർക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ആണല്ലോ, അപ്പോൾ അല്പം ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തേക്കാം എന്ന് കരുതി ഈ സമയത്ത് ഇരുന്നിട്ട് കോംപ്ലക്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യും ചിലർ. വലിയ 3 മിനിറ്റ് 4 മിനിറ്റ് എടുക്കുന്ന പ്രോബ്ലംസ് ചോദിക്കത്തില്ല, ഉറപ്പാണ് ചോദിക്കത്തില്ല. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വിചാരിക്കാം, അത് ആരും ആൻസർ ചെയ്യാൻ പോകുന്നില്ല. അത് ആൻസർ ചെയ്യുന്ന ആൾ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വരെ ഉണ്ടാവില്ലായിരിക്കും. മനസ്സിലാവുണ്ടോ? 1 2 നല്ല അത്യാവശ്യം ആരും ആൻസർ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സ്വാഭാവികമായിട്ടും പ്രോബ്ലംസ് ഉണ്ടാവും, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ചെയ്യുക, അറിയാൻ പാടില്ലെങ്കിൽ ഇട്ടേക്കുക. ബിക്കോസ് ആ ക്വസ്റ്റ്യൻസ് ഒന്നും ചിലപ്പോൾ കോമ്പറ്റീഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. ഓക്കെ, സോ ഒരുപാട് കോൺസെപ്ച്വൽ ഐഡിയാസ് വേണ്ട കോംപ്ലക്സ് ഗേറ്റ് ലെവൽ പ്രോബ്ലംസ് ഒന്നും ഇനി നിങ്ങൾ സോൾവ് ചെയ്യേണ്ട. നേരത്തെ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബെറ്റർ. പക്ഷെ ഇനി അതിനുള്ള ടൈം ഒന്നും കളയരുത്. ഓക്കെ, മോസ്റ്റ് റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അപ്പൊ അതൊക്കെ വർക്ക്ഔട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, ചെറിയ സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെയാണ് സാധാരണ ചോദിക്കുള്ളൂ, ടൈം ഒരുപാട് എടുക്കാത്ത പ്രോബ്ലംസ്. അതുപോലെ തന്നെ 2 കാറ്റഗറി ആൾക്കാരുണ്ട്. ചിലർ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, ചിലർ അത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഇപ്പോൾ HMT എടുത്തു കഴിഞ്ഞാൽ, HMT അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കംപ്ലീറ്റ് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളും വളരെ ഷോർട്ടായിട്ട്, അതായത് ഇപ്പോൾ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്, ഡെൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് മാസ് ബൈ വോളിയം, അങ്ങനെയൊന്നും എഴുതാതെ ഡെൻസിറ്റി മാസ് ബൈ വോളിയം. ചിലപ്പോൾ ഡെൻസിറ്റി നമുക്ക് എഴുതേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരിക്കും, കാരണം അത് നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കും, ജന്മന ഉള്ള സാധനമാണ് ഡെൻസിറ്റി മാസ് ബൈ വോളിയം എന്നുള്ളത്. അപ്പൊ അങ്ങനെ അല്ലാത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ളത് പോയിന്റ് വൈസ് ആയിട്ട് ക്രിസ്പായിട്ട് ഇക്വേഷൻസ് ഒക്കെ ഉള്ള ഒരു നോട്ട്, അതാണ് ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത്. അത് പ്രിപ്പയർ ചെയ്യാത്തവരാണെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. ഒരാഴ്ച സമയം ഉണ്ടല്ലോ, അപ്പൊ ഓരോ ദിവസം നമ്മൾ പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി ഇപ്പൊ തന്നെ. അതായത് ഓരോ ദിവസവും നമ്മൾ ഓരോ സബ്ജക്ട് പഠിക്കുമ്പോൾ തന്നെ അത് എഴുതി പോവാം. എന്നിട്ട് അത് എന്ത് ചെയ്യുക, അത് എഴുതി കയറില്ല, അത് അവസാനത്തെ 2 ദിവസം വീണ്ടും ഒരു റിവിഷൻ ഉണ്ടാവും. എക്സാമിന് മുന്നേ ഉള്ള 2 ദിവസങ്ങൾ വീണ്ടും റിവിഷൻ ഉണ്ട്, റിവിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന റിവിഷൻ, അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് വീണ്ടും റിവിഷൻ. അപ്പൊ റിവിഷൻ സമയത്ത് ആ ഷോർട്ട് നോട്ട്സ് പഠിച്ചാൽ മതി, അതേ പഠിക്കാവുള്ളൂ. കാരണം കംപ്ലീറ്റ് സിലബസ് നമുക്ക് 2 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകൂടി ഷോർട്ട് നോട്ട് ഉണ്ടാക്കാത്തവരാണെങ്കിൽ അത് ഉണ്ടാക്കുക, ഓൾറെഡി ഉണ്ടാക്കിയവരാണെങ്കിൽ അത് റിവൈസ് ചെയ്യാം. ഓക്കെ, ഷോർട്ട് നോട്ട്സ് നന്നായിട്ട് പഠിക്കാം. അതുപോലെ ഒരു ബൈ ഹാർട്ട് ഷീറ്റ്, അത് ഒന്നല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം ബൈ ഹാർട്ട് ഷീറ്റ്, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് തന്നെ മതിയാകും. ഷോർട്ട് നോട്ടിന്റെ ഒപ്പം തന്നെ അത് പ്രത്യേകം ബൈ ഹാർട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ ഒരുപാടുണ്ട്, ml²/2EI. ഇതെന്താണ്? ഡിഫ്ലക്ഷൻ വെൻ എ മൊമെന്റ് ഈസ് ആക്ടിങ് at the one of the end of the cantilever beam, അല്ലെ? WL³/3EI. ഇങ്ങനെ കുറെ ഇക്വേഷൻസ്, ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻസ് ഉണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ചിലർ മറന്നു പോയിരിക്കും പെട്ടെന്ന്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻ ബിറ്റ്വീൻ ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് എന്താണ്? E is equal to 2G into 1 plus mu equal to 3K into 1 minus 2 mu. ഇതൊക്കെ പലരും മറന്നു പോകുന്ന ഇക്വേഷൻസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ ഉള്ള ഒരു ബൈ ഹാർട്ട് ഷീറ്റ്. പിന്നെ ഉണ്ടല്ലോ, പിന്നെ നമ്മുടെ ബെൻഡിങ് മൊമെന്റ് കാര്യത്തിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ്, ഓരോ കേസിലുള്ള മാക്സിമം ബെൻഡിങ് മൊമെന്റ് എവിടെയാണ്, അതിന്റെ വാല്യൂ എത്രയാണ്, ഷിയർ ഫോഴ്സ്. അപ്പൊ അതൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒരു ഷീറ്റിൽ എഴുതി വെക്കാം. ഓക്കെ, ഓരോ സബ്ജക്റ്റിനും വേണ്ടി ഒരു ഷീറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു 3 4 ഷീറ്റിൽ എല്ലാ ഇക്വേഷൻസും ബൈ ഹാർട്ട് ചെയ്ത് പോകുന്ന ചിലപ്പോൾ വാല്യൂസ്, ചെറിയ ആംഗിൾസ്, പോയിന്റ് ആംഗിൾ ഓഫ് എ ട്വിസ്റ്റ് ഡ്രിൽ 118 ഡിഗ്രി. ഓക്കെ, ഇൻവേരിയന്റ് റിയാക്ഷൻസ്,
ഓക്കെ, അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ മറന്നു. അപ്പൊ ഞങ്ങൾ അയൺ കാർബൺ ഡയോക്സൈഡിലെ ടെമ്പറേച്ചേഴ്സ്, അപ്പൊ ഇതൊക്കെ മറന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ മറന്നു പോകും. പലർക്കും അത് പല രീതിയിലാണ്. ചിലർ പെട്ടെന്ന് മറന്നു പോകും, ചിലർക്കത് മെമ്മറിയിൽ ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, അതൊരു ബൈ ഹാർട്ട് ഷീറ്റിലേക്ക് എടുക്കുക. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഷോർട്ട് നോട്ട് എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഷോർട്ട് നോട്ട്സ് ആണ് നമുക്ക് എക്സാമിന്റെ തലേന്നുള്ള 2 ദിവസങ്ങളിലായിട്ട് ഷോർട്ട് നോട്ട്സ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാ സബ്ജക്റ്റും ഏകദേശം ഒന്ന് കവറപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദി ഡു ആൻഡ് ഡോൺസ്. നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, ജനറലി ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർ ഇപ്പോൾ ഓൾറെഡി തന്നെ ടൈം ടേബിളിൽ തന്നെ ആയിരിക്കും പഠിക്കുന്നത്. ചിലർ ഇതൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലായിരിക്കും. ടൈം ടേബിൾ എന്തിനാ, വെറുതെ പഠിച്ചാൽ പോലെ എന്നുള്ള ചിന്തയാണ് കാരണം. പക്ഷെ ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇറ്റ് മാറ്റേഴ്സ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി, ചിലപ്പോൾ ചിലർക്ക് മനസ്സിലായി മൈൻഡിൽ ഒരു ടൈം ടേബിൾ ആയിരിക്കും, ഇന്ന ദിവസം ഇന്ന സബ്ജക്ട്, ഇന്ന ദിവസം ഇന്ന സബ്ജക്ട്. അതല്ല, നമ്മളൊരു ടൈം ടേബിൾ എഴുതി ഉണ്ടാക്കി, പേന കൊണ്ട് എഴുതിയാൽ മതി. ഒരു ഷീറ്റിൽ A4 ഷീറ്റിലോ അല്ലെങ്കിൽ ബുക്കിന്റെ ഷീറ്റിലോ ടൈം ടേബിൾ ഉണ്ടാക്കി ഓരോ സമയത്തും ചെയ്യേണ്ട ആക്ടിവിറ്റീസും ഓരോ ഡേറ്റിലും, ഇപ്പൊ ഇന്നത്തെ മാത്രമല്ല നാളെ മുതൽ എക്സാം വരെയുള്ള ഓരോ ദിവസവും ഓരോ സമയത്തും ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് സെപ്പറേറ്റ് എഴുതണം. ഓക്കെ, അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈമിന്റെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ പറഞ്ഞു നമുക്ക് ഇനി വളരെ കുറച്ച് സമയമുള്ളൂ അല്ലെ. അപ്പൊ ഇത്രയും ദിവസങ്ങൾ നന്നായിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിനേഷൻ ഹാളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഡാറ്റ നമ്മുടെ തലയിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മൾ 6 മാസം കൊണ്ട് 1 കൊല്ലം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ ഒരാഴ്ച കൊണ്ട് റിവൈസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് വി ഹാവ് വെരി ലെസ് ടൈം. സോ വി ഹാവ് ടു മാനേജ് അവർ ടൈം അക്കോർഡിംഗ്ലി. നമ്മുടെ ഉള്ള സമയം കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മോഡൽ ടൈം ടേബിളാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഒരു ജനറലൈസ്ഡ് ടൈം ടേബിൾ ആണ് ഇത്. നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പൊ ഒരാള് രാവിലെ 5 മണിക്ക് എഴുന്നേക്കുന്നു, രാത്രി 10 മണിക്ക് ഉറങ്ങുന്നു, അങ്ങനെയുള്ളൊരു ടൈം ടേബിൾ ഞാൻ ഉണ്ടാക്കിയാണ്. 5 മണി എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ 6 മണിയാക്കാം, 7 മണിയാക്കാം, രാത്രി അപ്പം എന്ത് ചെയ്യുക, അതിനനുസരിച്ച് മുന്നോട്ട് കൂട്ടാം. ഓക്കെ, അപ്പോ ഞാനിപ്പോ 14 മുതലുള്ള ഒരു ടൈം ടേബിൾ ചുമ്മാ ഉണ്ടാക്കി വെച്ചേക്കാം. ഒരു മോഡൽ ടൈം ടേബിൾ ആണെന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടി മാത്രം. അപ്പൊ നിങ്ങൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾ ടൈം ഓരോ പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ 2 മണിക്കൂർ ആണ് എൻ്റെ രാവിലത്തെ ഷെഡ്യൂൾ വരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ടീ ബ്രേക്കും ലഞ്ച് ബ്രേക്കും മറ്റേ കുളിക്കാനുള്ള ബ്രേക്കും വൈകുന്നേരത്തെ ചായക്കുള്ള ബ്രേക്കും കുറച്ചേരം റിലാക്സ് ചെയ്യാനുള്ള ബ്രേക്കും രാത്രിയുള്ള അത്താഴത്തിന്റെ ബ്രേക്കും എല്ലാം പ്രിസൈസ് ആയിരിക്കണം. അതെല്ലാം അതിലുണ്ടാവണം. അല്ലാതെ വെറുതെ 5 to 7, 7 to 9, 9 to 12, 12 to 4 അങ്ങനെ കൊടുക്കരുത്. നിങ്ങളുടെ മോർണിംഗ് ഈവനിങ് ആക്ടിവിറ്റീസ് എല്ലാം, ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാം അതിൽ എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളതും ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിൽ നോക്കി, ഇപ്പൊ ഒരു മോഡൽ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ രാവിലെ 5 മുതൽ 7 മണി വരെ ഒരു സ്ലോട്ട്, പിന്നെ 15 മിനിറ്റ് ചായ കുടിക്കാൻ വേണ്ടിയാണ്. ചായ ചെറിയ രീതിയിൽ നിങ്ങളുടെ പ്രഭാത ഭക്ഷണം 7:15 to 9, മേ ബി അത് 7:30 ആയിരിക്കും, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് ഒരു ഐഡിയൽ ടൈം ടേബിളാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ 7:15 to 9. ഇനിയിപ്പോൾ രാവിലെ നിങ്ങൾ ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ, ചായ ബിസ്ക്കറ്റ്. ചിലവർക്ക് രാവിലെ 7:15 വീട്ടിൽ ചായ റെഡി ആവില്ല. അപ്പൊ എന്ത് ചെയ്യാം, 9 to 9:30 ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ സമയത്ത് നിങ്ങളുടെ മെയിൻ കോഴ്സ് നിങ്ങൾക്ക് കഴിക്കാം. 9:30 to 12:30, ദെൻ 12:30 മുതൽ 1:30 വരെ ഒരു ഗ്യാപ്പ് കൊടുക്കണം. 1 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് കൊടുക്കണം. കാരണം എന്താണ്, ആ സമയത്ത് നിങ്ങൾക്ക് കുളിക്കേണ്ടി വരും, ഭക്ഷണം കഴിക്കേണ്ടി വരും, ചെറിയൊരു റെസ്റ്റ് വേണമെങ്കിൽ 10 മിനിറ്റ് നാപ്പ് കിടക്കാം. 10 മിനിറ്റ് നാപ്പ് എന്താണെന്ന് അറിയാമോ? യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കി അറിയാം എന്താ നാപ്പ്. നാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് നാപ്പ് എന്ന് പറയുന്ന പരിപാടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാപ്പ് മീൻസ് ഒരു സെമി സ്ലീപ്പാണ്. സെമി സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമല്ല, എന്നാൽ ഉറങ്ങുവാണ്. അതിന് നിങ്ങൾ ഈ നാപ്പിന്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഈ ടൈം ടേബിൾ ഈ ഷെഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ രാവിലെ മുതൽ ഉച്ച വരെ 12:30 വരെ നമ്മൾ കണ്ടിന്യൂസ് സ്ട്രെച്ചിൽ വർക്ക് ചെയ്യണം. അതൊരു ദിവസമാണ്, ഒരാഴ്ച വർക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരാഴ്ച വർക്ക് ചെയ്യുമ്പോൾ ഈ മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ എക്സോസ്റ്റഡ് ആവും. ഇത് അത്ര പരിചിതമല്ലാത്ത ഒരു കാര്യമായതുകൊണ്ട്, നമ്മൾ ഇതൊരു ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് ഹൈലി എക്സോസ്റ്റഡ് ആവും. പക്ഷെ നമുക്ക് അത് വിട്ട് കളയാൻ പാടില്ല. യു ഹാവ് ടു കണ്ടിന്യൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ട ഒരു ചെറിയൊരു ബ്രെയിനും ശരീരത്തിനും ചെറിയ റെസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനൊരു ഏറ്റവും അടിപൊളിയായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് 10 മിനിറ്റ് നാപ്പ് മീൻസ് നിങ്ങൾ റിലാക്സ് ചെയ്ത് ഒരു ചാരു കസേരയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡിലോ നിങ്ങൾ കൈയൊക്കെ തളർത്തിയിട്ട് കിടക്കാം. ബെഡിൽ കിടക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ നിങ്ങൾ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു കസേരയിൽ നന്നായിട്ട് റിലാക്സ് ചെയ്ത് ഇരുന്ന് കാലൊക്കെ നീട്ടി വെച്ചിട്ട് മേ ബി യൂട്യൂബിൽ നിങ്ങൾക്ക് ഈ പവർ നാപ്പിന്റെ മ്യൂസിക് ഒക്കെ ഉണ്ടാവും. പവർ നാപ്പ് മ്യൂസിക് 10 മിനിറ്റ്സ് പവർ നാപ്പ് മ്യൂസിക് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ മ്യൂസിക് കിട്ടും. അത് ഓണാക്കി വെച്ചിട്ട് കണ്ണടച്ച് കിടക്കാം. ഓക്കെ, ഉറങ്ങരുത്. അത് 5-10 മിനിറ്റ് കിടന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എഴുന്നേക്കും. ഓക്കെ, എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു റിഫ്രഷിങ് മൈൻഡും കുറച്ചും കൂടി ഒരു എനർജിയും കിട്ടും. ട്രൈ നോക്കുക. ഓക്കെ, ഈ ഇമ്പോർട്ടൻ്റ്, അത് കമ്പൾസറി അല്ല, ഞങ്ങളൊരു ഒരു മെത്തേഡ് പറഞ്ഞു മാത്രം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ, 12:30 മുതൽ 1:30 വരെ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ തന്നെ നിങ്ങളുടെ ന്യൂൺ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. 1:30 മുതൽ 4 മണി വരെയുള്ള സമയം ചിലർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ സമയം പഠിക്കല് ഉച്ച കഴിഞ്ഞിട്ട് ഒരു ഉറക്കത്തിലൊക്കെ സമയമായിരിക്കും. പക്ഷെ നമ്മൾ 40 കഴിഞ്ഞാൽ നമുക്ക് ഉറക്കമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഉറങ്ങാൻ സമയമില്ലാത്തതുകൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. ദെൻ 4 മണി മുതൽ 4:30 വരെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് 4:30 മുതൽ 7 മണി വരെ പിന്നെ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് കൊടുത്തിട്ട് 7 to 10 നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, കിടന്നുറങ്ങാം. അപ്പൊ ഇങ്ങനെയാണ് ഒരു ടൈം ഷെഡ്യൂൾ ഞാൻ ഇട്ടേക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യട്ടോ, ചെറിയ വേരിയേഷൻസ് ഒക്കെ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡേറ്റും നിങ്ങൾ എഴുതാം. ഇതൊരു പേപ്പറിലൊക്കെ എഴുതാം. എന്നിട്ട് നിങ്ങൾക്ക് വീക്ക് സബ്ജക്റ്റ് ഉണ്ടാവും. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. സ്ട്രോങ് സബ്ജക്റ്റ് ഉണ്ടാവും. ഇപ്പൊ വീക്ക് സബ്ജക്റ്റിന് കുറച്ച് സമയം കൊടുത്താൽ മതി. വീക്ക് സബ്ജക്റ്റുകൾക്ക് കൂടുതൽ സമയം കൊടുക്കണം. സ്ട്രോങ് സബ്ജക്റ്റിന് കുറച്ച് സമയം കൊടുത്താൽ മതി. ആ രീതിയിൽ നമ്മൾ സ്ലോട്ടുകൾ ഓരോ സബ്ജക്റ്റിനും കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ സബ്ജക്റ്റ് 1 രാവിലത്തെ സ്ലോട്ട് കൊടുത്തു. പിന്നെ 7:15 to 9 ഈ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് നമ്മൾ സാധാരണ PC എക്സാമിന്റെ ഒക്കെ സമയം വരിക അല്ലെ? 7:30 to 9 മണി ഈ സമയത്തായിരിക്കും PC എക്സാം നടക്കുക. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ഒരു നല്ലൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ പ്രീവിയസ് ഇറിഗേഷൻ ആണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടെസ്റ്റുകൾ സംഘടിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഇറിഗേഷന്റെ ആണെന്നില്ല, ഏതെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. ഓക്കെ, അതായത് ഇപ്പം തൊട്ട് മുമ്പ് കഴിഞ്ഞത് ഏതൊക്കെയാ? ഇൻസ്പെക്ടർ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇറിഗേഷൻ മുമ്പത്തെ എക്സാം, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, അത്യാവശ്യം ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ ലെക്ചറർ പോളിടെക്നിക്, ലെക്ചറിൽ 30 മാർക്സ് നമ്മുടെ ഈ സിലബസിൽ ഇല്ലാത്തതാണ്. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സംഘടിപ്പിക്കാം. നിങ്ങൾ ഓൾറെഡി അതൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്ത ഒരു 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് RRBയുടെ ആയിക്കോട്ടെ, ഏകദേശം നമ്മുടെ സിലബസ് ഏകദേശം ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ 100 ക്വസ്റ്റ്യൻസ് എടുക്കാം. അല്ലെങ്കിൽ കേരള ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് OMR ഷീറ്റ് നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതൊരു A4 ഷീറ്റിലേക്ക് പ്രിന്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ OMR ഷീറ്റ് ആയി. ഈ സമയത്ത് തന്നെ നിങ്ങൾ ടെസ്റ്റ് നടത്താം. ഓക്കെ, ഒരു ടെസ്റ്റ്, അതായത് ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ വർക്കൗട്ട് ചെയ്യാനും ടെസ്റ്റുമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും കുറെ അധികം ഗുണങ്ങൾ അതിലുണ്ട്. ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ ഇതിന്റെ അവസാനം പറയട്ടെ. അപ്പോൾ ആ സമയം, അതായത് എക്സാം എഴുതുന്ന സമയം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. എല്ലാ ദിവസവും ഒരു ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അതിന് ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ടാവും. ദെൻ അടുത്ത സ്ലോട്ടിൽ സബ്ജക്റ്റ് കൊടുക്കാം. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം, ഓക്കെ, 1:30 മുതൽ 4 മണി വരെ അല്ലേ. ആ സമയം എന്ന് പറയുന്നത് പലർക്കും ഒരു ക്ഷീണം ഉണ്ടാവും. പുതിയ കാര്യങ്ങൾ തലയിലേക്ക് പഠിച്ചാൽ കയറുള്ള സമയമായിരിക്കും. ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്തുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. ആ സമയം ഈ ടെസ്റ്റിന്റെ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കാം. ടെസ്റ്റിന്റെ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമല്ലോ. ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എത്ര മാർക്ക് നമ്മൾ സ്കോർ ചെയ്തു, ഏതൊക്കെയാണ് തെറ്റിപ്പോയത്, നെഗറ്റീവ് മാർക്ക് എത്ര കിട്ടി, തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്, ആ ഏരിയ നമ്മൾ പഠിച്ചതാണോ, അതിൽ അതിന് പഠിക്കേണ്ടതുണ്ടോ, അതൊക്കെ നോക്കാം.
ഓക്കെ, ഇനി അവിടെ നിന്ന് എന്തെങ്കിലും ഇപ്പൊ തെറ്റിപ്പോയ ക്വസ്റ്റിന്റെ ആൻസർ കിട്ടാം, അത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം ടെസ്റ്റിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ഷോർട്ട് നോട്ട് ഉണ്ടല്ലോ അവിടെ പെട്ടെന്ന് ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇനി ആ ക്വസ്റ്റ്യൻ ഇൻ കേസ് വരുവാണെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കേരള PSCന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് റിപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിക്കും. ഈ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്, അല്ലാതെ ആരും പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഉണ്ടാക്കണമെന്നില്ല. അപ്പൊ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 30 ക്വസ്റ്റ്യൻസ് എങ്കിലും കേരള PSCയിൽ തന്നെ പ്രീവിയസ്ലി പല എക്സാംസ് ചോദിച്ചിട്ടുള്ളതായിരിക്കും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പല നാഷണൽ ലെവൽ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഇവിടെ ചോദിക്കാം, അല്ലാതെ വേറെ പുതിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. അങ്ങനെ വന്നാൽ തന്നെ ഒരു 5-10 ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പോൾ ടെസ്റ്റുകൾ ചെയ്യുക, ടെസ്റ്റ് അനലൈസ് ചെയ്യുക, നെഗറ്റീവ് വരുമ്പോൾ തെറ്റായ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ അതൊക്കെ നോട്ട് ചെയ്യാം. then അടുത്ത ടൈമിൽ അടുത്ത സബ്ജക്റ്റിന് വേണ്ടി അലോട്ട് ചെയ്യുക. അപ്പൊ നോക്കി ഞാനിവിടെ 10 സബ്ജക്ട്, നമ്മൾ പോട്ടാണെങ്കിൽ നമുക്ക് 10 മൊഡ്യൂൾസ് ഉള്ളത് അല്ലെ. അപ്പൊ ഓരോ മൊഡ്യൂൾസിനും നമുക്ക് എത്ര ഹവർ വേണോ അതിനനുസരിച്ചിട്ട് നമ്മൾ ടൈം കൊടുത്ത് എല്ലാ മൊഡ്യൂൾസും റിവൈസ് ചെയ്യുന്ന രീതിയിൽ ടൈം ടേബിൾ ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി ഇവിടെ സബ്ജക്ട് 1 ഞാൻ ഇവിടെ കൊടുത്ത സബ്ജക്ട് 1 രണ്ട് സ്ലോട്ട് മാത്രമേ സബ്ജക്ട് 1-നുള്ളൂ. അതായത് 2 മണിക്കൂർ, ഇവിടെ 3 മണിക്കൂർ, 5 മണിക്കൂർ കൊണ്ട് സബ്ജക്ട് 1 തീർക്കണം. ഒരു സബ്ജക്റ്റിന് നമുക്ക് 5 മണിക്കൂറാണ് ഇനി ഉള്ളൂ, അത് മനസ്സിലാക്കാം. ഒരു സബ്ജക്ട് നമ്മൾ എത്ര ദിവസം കൊണ്ട് പഠിച്ചത്? 5 അവർ. ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 12 ക്ലാസ് ഒക്കെ അവിടെ ഉണ്ടാവാറുണ്ടല്ലേ, 12 ക്ലാസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ലെക്ചേഴ്സ് 12 ഉണ്ട്, പിന്നെ നമ്മൾ MCQs കുറെ സോൾവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? ഈ 2 സെഷൻ അഥവാ 5 മണിക്കൂറോട് തീർക്കണം. പോസിബിൾ ആണോ? ഇമ്പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ അതാണ് പറഞ്ഞ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി ഇൻ കേസ് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക? ഈ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ നോട്ട് ഒന്ന് കംപ്ലീറ്റ് നോക്കുക. അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പെട്ടെന്ന് ആവശ്യമെങ്കിൽ വേറൊരു ഷോർട്ട് നോട്ടായിട്ട് എഴുതിയെടുക്കുക. ഈ സമയമില്ല എങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നോട്ട് തന്നെ നിങ്ങൾ തറവാണെങ്കിൽ നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ സ്പീഡ് ആയിട്ട് ചെയ്യാം. സോ വീക്ക് സബ്ജക്റ്റിന് കുറച്ച് സമയം കൊടുക്കുക, കൂടുതൽ സമയം കൊടുക്കുക. സ്ട്രോങ് സബ്ജക്റ്റിന് കുറച്ച് സമയം കൊടുക്കുക. ആ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ടൈം ടേബിൾ എങ്ങനെയാണ് ഉണ്ടാകേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായി എന്ന് മനസ്സിലാകുന്നു. ഒരു സാമ്പിൾ ടൈം ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദി യുവർ കപ്പാസിറ്റി, നിങ്ങളുടെ ഒരു സ്ട്രോങ് ഏരിയാസ് വീക്ക് ഏരിയാസ് ഏതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ, ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ എക്സാമിന്റെ ലാസ്റ്റ് 2 ഡേയ്സ്, ഇപ്പൊ 18-ാം തീയതി വരെയാണ് ഞാൻ 20-ാം തീയതി വരെ ഉള്ള ടൈം ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് 22-ാം തീയതി എക്സാം, അപ്പൊ 21-ാം തീയതി വരെ ഉള്ള ടൈം ടേബിൾ ഉണ്ടാക്കാം. അപ്പോൾ ലാസ്റ്റ് 2 ഡേയ്സ് എന്ന് പറയുന്നത് വീണ്ടും റിവിഷൻ ആണ്. ഏത് നമ്മൾ ഈ റിവിഷൻ സമയത്ത് ചെയ്ത കാര്യങ്ങളുടെ ഒരു റിവിഷൻ ആണ് ലാസ്റ്റ് 2 ഡേയ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ റിവൈസ് ചെയ്ത സാധനം നമ്മൾ മറന്നു പോകും. 14-ാം തീയതി രാവിലെ പഠിച്ച കാര്യം 19-ാം തീയതി രാവിലെ ഓർക്കുണ്ടാവില്ല, മൈൻഡല്ലേ, മറന്നു പോകും, സ്വാഭാവികമാണ്. അപ്പോ ഒന്നുകൂടെ ചെയ്യണം. എന്ത്? ഈ എല്ലാ സബ്ജക്റ്റിനും ഒരു സ്ലോട്ടും കൂടി എക്സ്ട്രാ കൊടുത്ത് ഒന്നുകൂടി റിവൈസ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാൻ നോക്കി ഇവിടെ 10 സബ്ജക്റ്റിനും റിവിഷൻ കൊടുത്തിട്ടുണ്ട്, സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ടൈം ടേബിൾ പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ടൈം ടേബിൾ ഉണ്ടാക്കണം, നിർബന്ധമാണ്. അതുപോലെ തന്നെ ടൈം സ്ലോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് ഓരോ ഡേറ്റിലും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇന്ന് തന്നെ ഈ സെഷൻ കഴിയുമ്പോൾ തന്നെ ഉണ്ടായിക്കോളണം. അതോടൊപ്പം തന്നെ ചെയ്യേണ്ട കാര്യം, ഇപ്പൊ നിങ്ങൾ 1-ാം ദിവസം ഫസ്റ്റ് ടൈം സ്ലോട്ട് കഴിഞ്ഞു, സക്സസ്ഫുൾ ആയി, ഫസ്റ്റ് ടൈം സ്ലോട്ട് നിങ്ങൾ വിജയിച്ചു, അത് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തുവെങ്കിൽ ഒരു ടിക്ക് ഇടുക. ആ പേപ്പറിൽ നിങ്ങൾ ഉണ്ടാക്കിയ പേപ്പറിൽ ഒരു ടിക്ക് ഇടാം. 2-ാമത്തെ കഴിഞ്ഞു ഒരു ടിക്ക് ഇടാം. ഓക്കെ, ഈ ടിക്ക് ഇടുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഫസ്റ്റ് ദിവസം നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് എല്ലായിടത്തും ടിക്ക് ഉണ്ടാവണം. ഓക്കെ, ഇനിയിപ്പോ ചിലപ്പോൾ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ടെസ്റ്റ് അനാലിസിസിലേക്കോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണെങ്കിലും ബാക്കി ആ റിവിഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ടെസ്റ്റ് ഇപ്പോൾ നിലവിൽ എല്ലാ ദിവസവും ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു 5 ടെസ്റ്റെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, റിയൽ ടൈം എൻവയോൺമെന്റിൽ. ഓക്കെ, സോ അത്രയാണ് ടൈം ടേബിൾ ഉണ്ടാക്കുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റി പറയാനുള്ളത്. ഇനി ഞാൻ പറഞ്ഞു ടെസ്റ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ പറഞ്ഞ പോലെ തന്നെ റിയൽ ടൈം എൻവയോൺമെന്റിൽ രാവിലെ തന്നെ നമ്മൾ പേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സമയം നമ്മൾ അതിനോട് വളരെ അഡാപ്റ്റഡ് ആവും. ചിലർക്കെങ്കിലും അറിയായിരിക്കും, നിങ്ങൾ ഇതിന് പി എസ് സി എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. പലർക്കും അത് എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ട് നേരെ അവിടെ എക്സാമിനേഷൻ ഹാളിലുള്ള ഡെസ്കിൽ എന്താണ് ഇരിക്കുന്നത്, അവിടെ ടീച്ചർ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ളവർ എന്താണ് കാണിക്കുന്നത്, പുറത്ത് എന്താണോ ഉള്ളത്, ആ രീതിയിലുള്ള തോട്ട് അങ്ങോട്ടൊക്കെ മാറിപ്പോയിക്കൊണ്ടിരിക്കും. ബിക്കോസ് നമുക്ക് അതിനോട് പ്രോസസ്സിനോട് ഫോക്കസ്ഡ് ആവാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ അതിനോട് യൂസ്ഡ് അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൈൻഡിനെ പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കണം. ഓക്കെ, നമ്മുടെ മൈൻഡിനെ നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊരു കാര്യം ഒരു സമയത്ത് ഒരു കാര്യം ഒരു 10 ദിവസമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സമയത്ത് നമുക്ക് ആ കാര്യം ചെയ്യാനുള്ള ടെൻഡൻസിയും വരും. അതിൽ ഹൈലി ഫോക്കസ്ഡ് ആയിരിക്കും. സോ ടെസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, ഇത് കമ്പൾസറി ആണ്, വളരെ നിർബന്ധമാണെന്നല്ല ഞാൻ പറയുന്നത്, ഒരു ഐഡിയ സ്ട്രാറ്റജി ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫൈനൽ എക്സാമിന്റെ തലേന്നുള്ള 2-3 ദിവസമെങ്കിലും ഒരു ഫുൾ ടെസ്റ്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ഷീറ്റും എടുത്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആ ബബിൾ ചെയ്യാനൊക്കെ, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ബബിൾ ചെയ്യാനൊക്കെ അത് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പൊ ഈ ടെസ്റ്റിന്റെ സമയത്ത് ഞാൻ തൊട്ട് മുമ്പത്തെ ടൈം ടേബിൾ പ്രകാരം ഏകദേശം 10 ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. വീക്ക് സ്പോട്ട് പാച്ചിങ് കൂടി ചെയ്യാം. എന്താ വെച്ചാൽ വീക്ക് സ്പോട്ടുകൾ ഉണ്ടാവുമല്ലോ. നമുക്ക് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈസിക്കൽ ടു 2g into 1 plus mu equal to 3k into 1 minus 2 mu. പലർക്കും ഇപ്പോൾ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് അല്ലായിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ഈ ഇറിഗേഷനിൽ വരെ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഈ ന്യൂമറിക്കൽ വെച്ച്, ഇതിന്റെ ന്യൂമറിക്കലോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ടുള്ള റിലേഷൻ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നു, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല, ഇതാ ഇക്വേഷൻ മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അത് നോട്ട് ചെയ്ത് വെക്കുക. നമ്മള് നോട്ട്ബുക്കിലേക്കോ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സിലേക്കോ ബൈ ഹാർട്ട് നോട്ടിലേക്കോ നോട്ട് ചെയ്ത് വെച്ചിട്ട് എക്സാമിനേഷൻ ഹാളിൽ ഇതിഞ്ഞ് വന്നു കഴിഞ്ഞാൽ, ഫൈനൽ എക്സാമിന് വന്നു കഴിഞ്ഞാൽ അത് പോകരുത്. ആ രീതിയിൽ വീക്ക് സ്പോട്ടുകളൊക്കെ എന്തെങ്കിലും ഉണ്ട്. അത് നമുക്ക് വീക്ക് സ്പോട്ട് ഉണ്ടോന്ന് അങ്ങനെ അറിയാൻ പറ്റുക, ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ഇക്വേഷനൊക്കെ വായിച്ച് പോയിട്ടുണ്ടാവും, നോട്ടൊക്കെ വായിക്കുമ്പോൾ. അപ്പോൾ ഓക്കെ, ഇതൊക്കെ വായിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഇരിക്കും, പക്ഷെ അത് മെമ്മറിയിലേക്ക് കയറിയിട്ടുണ്ടാവില്ല. മെമ്മറിയിലേക്ക് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടെസ്റ്റ് ചെയ്യണം അല്ലെ, ഒറിജിനൽ ടെസ്റ്റ് തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ഇതുപോലെ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ടാവും. സിമ്പിൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ മറന്നു. ഹൂപ്പ് സ്ട്രെസ്, അതൊക്കെ ചിലപ്പോൾ അതിന്റെ ഇക്വേഷൻ അങ്ങോട്ട് മാറിപ്പോകും. സോ അതും ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സഹായകരമാവും. അതുപോലെ തന്നെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള മറ്റൊരു സാധനമാണ് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. അല്ലെ, അതെല്ലാവർക്കും അറിയാം. നെഗറ്റീവ് മാർക്കിംഗ് നമുക്ക് ഒരിക്കലും 100% ആക്യുറസിയോടെ ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, 100% ആക്യുറസി ഈസ് ഇമ്പോസിബിൾ. ഫോർ റാങ്ക് 1 ഓൾസോ അയാൾക്ക് പോലും 3-4 ക്വസ്റ്റ്യൻ തെറ്റും. ഓക്കെ, ഒരു 90% ആക്യുറസിയൊക്കെയാണ് ഒരു മനുഷ്യന് ആവറേജ് കിട്ടുള്ളൂ, എന്തോരം പ്രാക്ടീസ് ചെയ്താലും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ചിലപ്പോ ചിലർക്കൊക്കെ എങ്ങനെ ആയാലും ഒരു 75% ആക്യുറസി ഒക്കെ ഉണ്ടാവും. 100 ക്വസ്റ്റ്യൻ 75 ക്വസ്റ്റ്യൻ ശരിയാവുള്ളൂ. ഓക്കെ, ചുമ്മാ കൊണ്ടേ തെറ്റിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യനും അറിയാം, ആൻസറും അറിയാം. ക്വസ്റ്റ്യൻ അറിയാം, ഡബിൾ എഴുതുമ്പോൾ തെറ്റിപ്പോയി. ഓക്കെ, ബബിൾ ചെയ്യുമ്പോൾ നമ്മൾ കാര്യം ബി ആണ് ഓപ്ഷൻ എങ്കിൽ ബി തന്നെ ബബിൾ ചെയ്തതായിട്ടായിരിക്കും നമുക്ക് ഓർമ്മ വരിക. പക്ഷെ നമ്മൾ ആ OMR ഷീറ്റിന്റെ ഒരു ഫൈനൽ കോപ്പി PSC 70 അടുത്ത് വാങ്ങിച്ച ശേഷം നോക്കുമ്പോഴായിരിക്കും നമ്മൾ ബബിൾ ചെയ്ത് തെറ്റിപ്പോയത് അറിയണം. അപ്പൊ ഇതൊക്കെ എന്താണ്, പ്രാക്ടീസിന്റെ കുറവാണ്. ഓക്കെ, ഫോക്കസ്ഡ് അല്ല, മൈൻഡ് ഫോക്കസ് ആവുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഈ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ ഈ ടെസ്റ്റിങ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ടെസ്റ്റ് ചെയ്യുന്നത്, ഈ ടെസ്റ്റ് റിയൽ ടൈം എൻവിറോൺമെന്റിൽ ഒരു ടെസ്റ്റ് നടത്തുന്നത്, അല്ലെങ്കിൽ 4-5 ടെസ്റ്റ് നടത്തുന്നത്, അല്ലെങ്കിൽ 10 ടെസ്റ്റ് നടത്തുവാണെങ്കിൽ വളരെ നല്ലത്, സമയമുണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങൾ സിലബസ് ഒക്കെ ഏകദേശം കവറപ്പ് ചെയ്തേക്കുവാണ്, അത്യാവശ്യം എല്ലാം നിങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് തന്നെ കണ്ടമാനം ഫോക്കസ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും നെഗറ്റീവ് മാർക്ക് വരും. നിങ്ങളിപ്പോൾ എന്തോരം ടെസ്റ്റ് ചെയ്താലും നിങ്ങൾക്കും നെഗറ്റീവ് മാർക്ക് വരും, അത് ഷുവറാണ്. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 1/3 ആണ് പോകുന്നത്. ഓക്കെ, അങ്ങനെ 3 ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ 1 മാർക്ക് പോകും. ഓക്കെ, അപ്പൊ അതാണ് ഈ നെഗറ്റീവ് മാർക്കിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയാം.
നമുക്കിപ്പോ ചില ക്വസ്റ്റ്യൻ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് കാണുവാണ്. അപ്പൊ അതിന്റെ 2 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കാം. 4 ഓപ്ഷൻ ഉണ്ട്, എ ആൻഡ് ബി സി ഡി. അതിൽ ബിയും സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, എയും ഡിയും നമുക്ക് അറിയത്തില്ല. എയും ഡിയും ഉണ്ട്, അതിൽ ഏതാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോ ക്വസ്റ്റ്യൻ ശരിയാവാൻ 50% ചാൻസ് ആയി, ക്വസ്റ്റ്യൻ തെറ്റാവാൻ 50% ചാൻസ് ആയി. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഇതിന്റെ ഒരു സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തോന്നിയ ആൻസർ ഏതാണോ, എ ആണോ ഡി ആണോ? ഇപ്പൊ 2 തെറ്റാന്ന് 100% ഉറപ്പാണ്. എ ആണോ ഡി ആണോ അറിയില്ല. ഫസ്റ്റ് തോന്നിയത് ഏതാണോ അത് കുത്തുന്നതായിരിക്കും, അത് മാർക്ക് ചെയ്യുന്നതായിരിക്കും അല്പം കൂടി ബെറ്റർ. 50% നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, കമ്പൽസറി ആയിട്ട് പറയുന്നതല്ല, ദാറ്റ് ഈസ് ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഫസ്റ്റ് തോന്നുന്നത് ആൻസർ ചെയ്യാൻ പറയാൻ കാരണം നിങ്ങൾ ചിലപ്പോൾ അത് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും, എവിടെയെങ്കിലും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ പഠിച്ചു പോയിട്ടുണ്ടാവും. അതാണ് നിങ്ങൾ മെമ്മറി ചെയ്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ അത് ആൻസർ ആവാൻ സാധ്യത അധികം കൂടുതലാണ്. ഓക്കെ, ഇനി ഇത് ആൻസർ ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ശരിയാവാനുള്ള ചാൻസ് എത്രയാണ്? 25%. അപ്പൊ 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ശരിയാവാൻ 50% ചാൻസ് ഉണ്ട്. ഓക്കെ, 50% ചാൻസ് ശരിയാവാൻ സാധ്യതയുണ്ട്. സപ്പോസ് ഇത് തെറ്റിയാലോ? തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ 1/3 മാർക്കാണ് പോകുന്നത്. ശരിയായാലോ നമുക്ക് 1 മാർക്ക് കിട്ടും. ശരിയല്ലേ? അതായത് തെറ്റാൻ 50% ചാൻസ്, ശരിയാവാൻ 50% ചാൻസ്. തെറ്റിയാൽ 1/3 മാർക്കേ പോവുള്ളൂ, ശരിയായാൽ 1 മാർക്ക് കിട്ടും. അപ്പൊ ഏതാണ് ബുദ്ധി? അത് ആൻസർ ചെയ്യുന്നതായിരിക്കും ബുദ്ധി. ഓക്കെ, അപ്പൊ ഒരു അപ്രോച്ച് പറഞ്ഞെന്ന് മാത്രം യു ക്യാൻ ഫോളോ. പലരും ഫോളോ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ്, പല ടോപ്പേഴ്സും ആ രീതിയിൽ ഫോളോ ചെയ്യാറുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു വന്നത്, എക്സാമിനേഷൻ ഹാളിൽ നമുക്ക് 100% എല്ലാ ക്വസ്റ്റിന്റെ ആൻസർ ആക്യുറേറ്റ് ആയിട്ട് അറിയണമെന്നില്ല. കുറച്ച് ഗസ്സിങ് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഈ രീതിയിലുള്ള ഗസ്സസ് ഉപയോഗിച്ചിട്ട് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. ടോപ്പ് റാങ്കിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് ഗസ് ചെയ്ത് ആൻസർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെ ഗസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നെഗറ്റീവും വരും കേട്ടോ, ഇല്ലാന്നല്ല പറയുന്നത്. പക്ഷെ ആ നെഗറ്റീവ്സ്, അപ്പൊ ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ ഗസ് ചെയ്ത് ആൻസർ ചെയ്തു, സപ്പോസ് 5 ക്വസ്റ്റ്യൻ ശരിയായെന്ന് വിചാരിക്കാം. ഓക്കെ, 5 ക്വസ്റ്റ്യൻ ശരിയായി, 5 മാർക്ക് കിട്ടി. 5 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് പോകുള്ളൂ? 5 മാർക്ക് പോകുന്നില്ല, ഏകദേശം 1.5 മാർക്കിന്റെ അടുത്താ പോകുള്ളൂ. അപ്പൊ നമുക്ക് എത്ര മാർക്ക് ബെനിഫിറ്റ് ഉണ്ടെന്ന് നോക്കി, 3.5 മാർക്ക് അപ്പൊ നമുക്ക് കൂടുക ചെയ്തേ. ആ സമയത്ത് ആ 10 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തില്ല എന്ന് വിചാരിക്കാം, സ്വാഭാവികമായിട്ടും നമുക്ക് 3.5 മാർക്കിന്റെ എഡ്ജ് പോയി. അപ്പൊ അതാണ് ഗസ്സിങ് നടത്തണം. അത് അതിന്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അപ്പോൾ അത് നിങ്ങൾ പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? എക്സാമിനേഷൻ ഹാളിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ ഇതും ഒരു ഐഡിയൽ സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, നിങ്ങളുടേതായ രീതിയിൽ. ചിലപ്പോൾ ചിലർക്ക് ഒരു പാരമ്പര്യമായിട്ട് ചെയ്യുന്ന രീതി ഉണ്ടാവും, ഫോളോ ചെയ്യാം. ബട്ട് ദിസ് ഈസ് most of the toppers follow this is the way most of the toppers will follow. അപ്പൊ നോക്കി, നമുക്ക് എക്സാമിനേഷൻ ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുവാണല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് 3 തിരിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻസ് നമുക്ക് 3 തിരിക്കാം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ 3 തരം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അത് ഏകദേശം പഠിച്ച എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ സിലബസിലുള്ളത്, പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള, കേരള PSCക്ക് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് എല്ലാവരും ആൻസർ ചെയ്യും. ഓക്കെ, അത് നമ്മൾ ആൻസർ ചെയ്ത് പോകണം. ഓക്കെ, ഇപ്പൊ 2ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിലബസിലുള്ളതൊക്കെയാണ്, നമുക്ക് അറിയാൻ ചെയ്യാം. പക്ഷെ എക്സാമ്പിളാണെങ്കിൽ ന്യൂമറിക്കൽസ്, ഈ കാറ്റഗറിയിൽ വരുന്നത് മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽസ് ആയിരിക്കും. ഇതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഈ ക്വസ്റ്റ്യന്റെ ഇക്വേഷൻ ഇപ്പോൾ
നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് എടുക്കുകയാണെങ്കിൽ E is equal to 2G into 1 plus mu. ഓക്കെ, നമുക്ക് പോയിസൺസ് റേഷ്യോന്റെ വാല്യൂ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ യങ്സ് മോളസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ജിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ അല്പം ബുദ്ധിമുട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതായത് ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻറ്റ്, ടേക്ക് ടൈം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് രണ്ടാമത്തെ കാറ്റഗറി. നമുക്കറിയാം, പക്ഷെ അത് ആൻസറിലേക്ക് എത്തിച്ച ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളത് പഠിച്ചിട്ടുണ്ട്, സിലബസിലുണ്ട്, നമ്മൾ പഠിച്ചിട്ടുമുണ്ട്, പക്ഷെ നമുക്ക് ആൻസർ അറിയില്ല. ഓക്കെ, ഡോണ്ട് നോ ദി ആൻസർ, നോ ദി ആൻസർ. നമ്മൾ ആദ്യം നോക്കിയപ്പോൾ നമുക്ക് ആൻസർ അറിയില്ല. ഓക്കെ, ഇനി ഇത് കൂടാതെ നാലാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് അറിയില്ല, നമ്മൾ പഠിച്ചിട്ടേ ഇല്ല, നമ്മൾ കണ്ടിട്ട് വരെയില്ല. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെവർ സീൻ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് റൗണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ഈ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു, ആൻസർ മറ്റേ OMR ഷീറ്റിലേക്ക് മാർക്ക് ചെയ്തു, ആൻസർ എല്ലാം തൃപ്തികരമായിട്ട് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി, അതും നല്ല സമയമെടുത്ത് വൃത്തിയായിട്ട് ആൻസർ ചെയ്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി, അതും നമ്മൾ നല്ല രീതിയിൽ ആൻസർ ചെയ്തു. നല്ല വൃത്തിയും എനിക്ക് പോകണം, നെഗറ്റീവ് മാർക്ക് വരരുത്, നമുക്ക് 100% വാശിയുണ്ട്. ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു 50 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴേക്കും നമ്മുടെ 1.5 മണിക്കൂർ തീർന്നിട്ടുണ്ടാവും. ഫലം എന്താണ്? നമുക്ക് 100% ആക്യുറസിയിൽ 50 മാർക്ക് കിട്ടും. ഓക്കെ, നമുക്ക് എന്ത് പറ്റില്ല, നമുക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് കയറാൻ പറ്റില്ല, റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താവും. ഓക്കെ, അതിന് പ്രയോജനമില്ല. 100% ആക്യുറസി കേരള ബേസിക്ക് വേണ്ട. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കാറ്റഗറി 1 ഉണ്ടല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതായത് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ അറിയാം, ആൻസർ ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു ന്യൂമറിക്കലാന്ന് വിചാരിക്കാം. അതായത് നമുക്ക് അതിന്റെ ഇക്വേഷൻ അറിയാം, പക്ഷെ നമുക്ക് ഫസ്റ്റ് നമ്മൾ വായിച്ചു നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ക്വസ്റ്റ്യൻ വായിച്ചു, ഏകദേശം ക്വസ്റ്റ്യൻ്റെ ചെയ്യേണ്ട രീതിക്ക് മനസ്സിലായി, പക്ഷെ അത് ഒരുപാട് ടൈം എടുക്കേണ്ടത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് റൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾ ഇടും, ഒരു ഇൻഡുവോ നിങ്ങളുടെ സിമ്പിൾ റൗണ്ട് ചെയ്യുക, എന്തിനും ചെയ്യാം. കാരണം എന്താ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് 100 വരെ പോയിട്ട് രണ്ടാമത് വന്ന് ഇത് നമ്മൾ എന്തായാലും ആൻസർ ചെയ്യണം, കാരണം നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാം. ഓക്കെ, നമ്മളിത് അപ്പൊ ചെയ്യാനും കാരണം എന്താ, നമുക്ക് 100 ക്വസ്റ്റ്യൻ വരെ എത്താൻ പറ്റുമെന്ന് ഡൗട്ട് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, റൗണ്ട് മാർക്ക് ചെയ്യാം, റൗണ്ട് മാർക്കോ ഒരു ഇൻറ്റു മാർക്കോ എന്താണെന്ന് ചെയ്യാം. ഇനി നമ്മള് ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ഒരു ന്യൂമറിക്കലാണ്, സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും, നമുക്ക് ഇക്വേഷൻ അറിയാം, കൊടുത്തു ആൻസർ ചെയ്തു, അപ്പൊ തന്നെ ആൻസർ ചെയ്യാം. ഓക്കെ, എല്ലാ ന്യൂമറിക്കൽസും സ്കിപ്പ് ചെയ്യാൻ എല്ലാ ടൈം പറഞ്ഞത്. പെട്ടെന്ന് നമുക്ക് ഒരു ന്യൂമറിക്കലിന്റെ ക്വസ്റ്റ്യൻ വായിക്കുക, എല്ലാ ക്വസ്റ്റ്യനും ഫസ്റ്റ് വായിക്കണം. വായിച്ചു കഴിഞ്ഞിട്ട് തന്നെ വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ അറിയാമോ ഇല്ലയോ എന്നുള്ള ഐഡിയ നമ്മുടെ മൈൻഡിലുണ്ടാവും. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, നമുക്ക് ഇതിന്റെ ആൻസർ അറിയാം, ഇത് പെട്ടെന്ന് കിട്ടുന്ന ആൻസർ ആണെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, അതെല്ലാം ന്യൂമറിക്കൽസും അവസാനത്തെ വെക്കരുത്, അത് അറ്റംപ്റ്റ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റുന്നു നോക്കാം. ഇൻ കേസ് അത് പറ്റില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും ഈ തൊട്ട് മുമ്പ് ചെയ്തവരെ തന്നെ മാർക്ക് ചെയ്യാണ്. എന്താ പറഞ്ഞേ, അതായത് ന്യൂമറിക്കൽസ് നിങ്ങൾ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ തോന്നി, നിങ്ങൾ ആൻസർ ചെയ്തുകൊണ്ടിരുന്നു, പക്ഷെ ഇടയ്ക്ക് വെച്ച് അവിടെ സ്റ്റോപ്പ് ആയി പോയി. സംഭവിക്കും, അതൊക്കെ സംഭവിക്കാറുണ്ട്. സ്റ്റോപ്പ് ആയി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതും ഒരു മാർക്ക്, റൗണ്ട് മാർക്ക് കൊടുത്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റോപ്പ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നിട്ട് നിങ്ങളത് എന്താ സ്റ്റോപ്പ് ആയത്, എവിടെ തെറ്റിപ്പോയതെന്ന് പിന്നെ ചിന്തിക്കാൻ നിൽക്കരുത്. അത് നല്ല രീതിയിൽ ടൈം എടുക്കും, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞു. ഇനി മൂന്നാമത് നമ്മൾ വന്ന് ഈ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് എത്തി. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞു, ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിന്റെ ആൻസർ അറിയില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള ഏരിയ ഒക്കെ തന്നെ, പക്ഷെ നമുക്ക് അതിന്റെ ഏത് ഇക്വേഷനോ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. ഒരു തവണ വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ഇക്വേഷനോ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല, ഒരു ഐഡിയയും കിട്ടില്ല. അപ്പൊ അതിനെന്ത് ചെയ്യാം, ഇവിടെ ഞാൻ റൗണ്ട് മാർക്കൽ കൊടുത്തത്. ഓക്കെ,
ഇതിന് വേറെ ഏതെങ്കിലും മാർക്ക് കൊടുക്കുക, സ്ക്വയർ മാർക്കോ വേറെ എന്തെങ്കിലും മാർക്ക് കൊടുക്കുക. ഓരോ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാം. എനിക്ക് സ്ക്വയർ മാർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റണം ഈ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചതാണ്, പക്ഷെ ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ എനിക്കില്ല, അവർ പഠിച്ച ഏരിയയാണ്. ഇനി അപ്പൊ ആ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നെവർ സീങ് ക്വസ്റ്റ്യൻ, ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നമ്പറിന്റെ അവിടെ തന്നെ നിങ്ങൾ ഇൻറ്റു ഇട്ട് വയ്ക്കുക. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇതിനെ പറ്റിയിട്ട് ഐഡിയ ഇല്ല, ഞാൻ എന്തോരം ട്രൈ ചെയ്തിട്ടും കാര്യം എനിക്ക് ആൻസർ കിട്ടൂല. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവിടെ ഇൻറ്റു ഇട്ട് വയ്ക്കാം. ഓക്കെ, ഇൻറ്റു ഇട്ട് വയ്ക്കാം. കാരണം എന്താ, രണ്ടാമത് നമ്മൾ ഇനി വരും ഒന്നുകൂടെ ഈ റൗണ്ട് ഇട്ടതും ഈ ചതുരത്തിന്റെ അകത്തുള്ളതൊക്കെ നമുക്ക് ഇനി ആൻസർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് ആൻസർ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ ഒരു റൗണ്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെയാ അറിയാത്തത് ഏതൊക്കെ അറിയാവുന്നതെന്നുള്ള ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ നമ്മൾ ഇട്ട മാർക്കിംഗ് അനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നെ അത് നോക്കുന്ന ഓപ്ഷൻ. അപ്പൊ ഇൻറ്റു ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെയും വായിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പിന്നെയും വായിച്ചുകൊണ്ടിരിക്കും. മനസ്സിലാവോ? അപ്പൊ നമ്മൾ ഈ ഒന്നാമത്തെ റൗണ്ടിൽ ഇത്രയും പരിപാടി ചെയ്യണം. ഏതാ, അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ഓക്കെ, ഇനി അറിയാം കുറച്ച് സമയം എടുക്കും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും വായിക്കണം, വായിച്ചിട്ട് അറിയാൻ കുറച്ച് സമയം എടുക്കും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്യണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ ചില പ്രോബ്ലംസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റക്കായി പോയി, അതും നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ മാർക്ക് ചെയ്ത് 100 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഈ പ്രോസസ്സ് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ ഉണ്ടെങ്കിലും തീർക്കണം. അതിന് മുന്നേ തീർത്താൽ അത്രയും നല്ലത്. ഒരു മണിക്കൂർ, അത് എക്സാമിന്റെ ടഫ്നെസ് അനുസരിച്ചിട്ട് മാറി വിട്ടത്. എക്സാം നല്ല ടഫ് ആണെങ്കിൽ ഒരു മണിക്കൂർ ചിലപ്പോൾ തീർക്കാൻ പറ്റില്ലായിരിക്കും. എന്തായാലും 1 മണിക്കൂർ 10 മിനിറ്റ്, അതിന് മുകളിലൊന്നും പോകരുത് ഒരിക്കലും. ഓക്കെ, സപ്പോസ് 1 മണിക്കൂർ 20 മിനിറ്റ് ഒക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് കംപ്ലീറ്റഡ് എനഫ് ക്വസ്റ്റ്യൻസ്. ഈ പറയുന്ന ഈ കാറ്റഗറി ഉണ്ടല്ലോ, ഈ കാറ്റഗറിക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുന്നത്. ഐഡിയലി 1 hour കൊണ്ട് ഫസ്റ്റ് 100 ക്വസ്റ്റ്യൻസ് തീർക്കാൻ മാക്സിമം ശ്രമിക്കാം. ഓക്കെ, ഈ 1 hour ഓൾസോ അത് വിൽ ഡിപ്പെൻഡ്സ് ഓൺ ദി ടഫ്നെസ് ഓഫ് ദി എക്സാം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. എക്സാം വളരെ ഈസി ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ 1 hour 40 മിനിറ്റ് കൊണ്ട് തന്നെ ഫസ്റ്റ് 40 ക്വസ്റ്റ്യൻസ് തീർക്കാൻ പറ്റും. ഫസ്റ്റ് 100 ക്വസ്റ്റ്യൻസ് തീർക്കാൻ പറ്റും. സോ സ്റ്റേജ് 1 കംപ്ലീറ്റഡ്. ക്വസ്റ്റ്യൻസ് യു നോ ഈസ് ആൻസേർഡ്. അതുപോലെ തന്നെ ഇൻ ദി സ്റ്റേജ് 1 ഇറ്റ്സെൽഫ് വി ഹാവ് റീഡ് ഓൾ ദി ക്വസ്റ്റ്യൻസ് ആൻഡ് വി ഹാവ് മാർക്ക്ഡ് ഓൾ ദി ക്വസ്റ്റ്യൻസ് അക്കോർഡിംഗ്ലി. സ്റ്റേജ് 2 നമ്മൾ ചെയ്യേണ്ടത് തിരിച്ചു വരിക. അവസാനത്തെ അരമണിക്കൂർ ഉണ്ടല്ലോ, ആ സമയത്ത് ഇപ്പൊ ആദ്യത്തെ 1 മണിക്കൂർ കൊണ്ട് ഒരു 60 to 70 അല്ലെങ്കിൽ 50 മുമ്പത്തെ ഈ എക്സാം ഒക്കെ പറയുകയാണെങ്കിൽ ഒരു 50 to 60 ക്വസ്റ്റ്യൻസ് ഒക്കെ മുമ്പത്തെ ഇറിഗേഷൻ ആട്ടോ പറഞ്ഞത്. ഇപ്പൊ ലിസ്റ്റ് തീർന്നില്ല, ഒരു കൊല്ലം കൊണ്ട് തന്നെ തീർന്ന എക്സാം. അപ്പൊ അതിന്റെ ഒരു ടഫ്നെസ് വെച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഒരു 50 to 60 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടാവണം. അത്രയും ക്വസ്റ്റ്യൻസ് ഏകദേശം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, മുമ്പത്തെ ഇറിഗേഷൻ കട്ട് ഓഫ് എത്രയാണ്, ഏകദേശം 68 അങ്ങാണ്ടാകുന്നത്. 68 പോയിന്റ് സംതിങ് ആണെന്ന് തോന്നുന്നു. 68 67. അപ്പൊ അതിലൊരു 60 ക്വസ്റ്റ്യൻസ് സിമ്പിൾ അത്യാവശ്യം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ അവിടെയാണ് ഇച്ചിരി ബുദ്ധിമുട്ടായ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ റൗണ്ടിൽ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അധികം ഒന്നും ഉണ്ടാവില്ല. ഒരു 5 ക്വസ്റ്റ്യൻ ഒക്കെയാണ് ന്യൂമറിക്കൽസ് ഒക്കെ ഉണ്ടാവില്ല, നമുക്ക് അറിയാവുന്നത്. ഓക്കെ, അപ്പൊ അത് ആൻസർ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിന്റെ ഒപ്പം തന്നെ ഇതും നമ്മൾ കുറച്ച് പകുതി ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാം, ഒന്നുകൂടി ഫ്രഷ് ആയിട്ട് വായിച്ച് ആദ്യം മുതൽ ആൻസർ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ ചെയ്തതുപോലെ തന്നെ, അതായത് നമ്മള് ഒരു മിനിറ്റ്. ഓക്കെ, നമ്മള് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് പകുതി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിലെന്തെങ്കിലും ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. അതാണ് നമുക്കത് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റാത്തതിന് കാരണം ചിലപ്പോൾ അതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഒന്നുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മുന്നേ ചെയ്ത ആ മിസ്റ്റേക്ക് ഒഴിവായി പോകും. കാരണം നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടല്ലേ ചെയ്യണം. ഈ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ചെയ്യാൻ ഒരു രീതിയിലേക്ക് വരും. അപ്പൊ നമുക്ക് ചിലപ്പോൾ തൊട്ട് മുമ്പത്തെ മിസ്റ്റേക്ക് ഓട്ടോമാറ്റിക്കലി അത് എലിമിനേറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വച്ചുകൊണ്ടിരുന്ന നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നില്ല, തെറ്റിപ്പോയി, എവിടെ സ്റ്റെപ്പ് മിസ്റ്റേക്ക് വന്നു. പിന്നെ നമ്മൾ അപ്പൊ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ല എന്തായാലും. കാരണം നമ്മുടെ മൈൻഡ് നമ്മൾ ചെയ്തതൊക്കെ ശരിയാണെന്നുള്ള രീതിയിലാണ് നിൽക്കുള്ളൂ. ഓക്കെ,
മിസ്റ്റേക്കുകളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് രണ്ടാമത് പിന്നെ ഒന്ന് നോക്കുമ്പോഴേക്കും അയ്യടെ ഇതല്ലേ മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ ഒരുപാട് എക്സാംസ് ഒക്കെ എഴുതിയിട്ടുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റോ ബാക്കിയുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മാത്രം ഈ ഇൻഡു ഇട്ട ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അൺനോൺ ക്വസ്റ്റ്യൻസ് വെറുതെ അത് 4 ഓപ്ഷൻസ് അറിയാൻ പാടില്ല, വെറുതെ ഗസ് ചെയ്ത് ആൻസർ ചെയ്യരുത്. ഞാൻ ഗസ് ചെയ്യാൻ പറഞ്ഞു എന്ന് കരുതി ചുമ്മാ 4 ഓപ്ഷൻസും നമുക്ക് അറിയത്തില്ല, ഒരു ഐഡിയ ഇല്ലെങ്കിൽ യു ഷുഡ് നോട്ട് ആൻസർ ചെയ്യരുത് ഒരിക്കലും. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ സ്റ്റേജിൽ ആ ക്വസ്റ്റ്യൻസ് വായിക്കാം. ചിലപ്പോൾ വായിക്കുമ്പോഴായിരിക്കും, അതായത് നമ്മൾ രണ്ടാമത് വായിക്കുന്നതാണല്ലോ, അപ്പൊ വായിക്കുമ്പോൾ അയ്യ ഇത് മറ്റേ സാധനമാണല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ആദ്യം വായിച്ചപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല, രണ്ടാമത് വായിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് 1 മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ 3 സ്റ്റേജ് ആയിട്ടാണ് എക്സാം ഹാളിൽ നിങ്ങൾ എക്സാമിന് അപ്രോച്ച് ചെയ്യേണ്ടത്. അല്ലാതെ 1 to 100 ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ ചെയ്യുള്ളൂ എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് ഒരു നല്ല പ്രാക്ടീസ് അല്ല. ഇറ്റ്സ് നോട്ട് എ ഗുഡ് പ്രാക്ടീസ്. സംടൈംസ് ഇറ്റ് വിൽ വിൻ. അത് നല്ല ചില സമയത്ത് നല്ല അപ്രോച്ച് ആയിട്ട് മാറും, ചില സമയത്ത് അത് ബ്ലണ്ടർ ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. ഓക്കെ, ഒരു യൂണിവേഴ്സൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഇതാണ് മോസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ്സ് ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. സോ നോക്കി, ഞാനൊരു എക്സാമിനേഷൻ ഹാളിലെ PC ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ഐ തിങ്ക് കഴിഞ്ഞ ഇറിഗേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബർജേസ് വെക്ടർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ബർജേസ് വെക്ടർ എഡ്ജ് ഡിസ്ലൊക്കേഷന്റെ കേസിൽ ഉള്ള ബർജേസ് വെക്ടറിന്റെ ഡയറക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിക്കാത്തവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നോർമലി എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പൊ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ആൻസർ ഒരു ടിക്ക് ഇടുക. കാരണം എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയണ്ടേ. ഓക്കെ, അപ്പൊ അത് ടിക്ക് ചെയ്തിട്ട് പോവുക. ടിക്ക് ഇട്ട് പോവാന്ന് പറയാൻ കാരണം, ടിക്ക് ഇട്ട 2 ഗുണമുണ്ട്. ഒന്ന്, എക്സാം കഴിയുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റേജ് 2-ല് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1 തുടങ്ങൂലോ, അപ്പൊ നമുക്ക് ഏതൊക്കെ ആൻസർ ചെയ്തു എന്നും പെട്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അത് ടിക്ക് ഇട്ട് പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ എളുപ്പമായിരിക്കും. ഇനിയിപ്പോ നോക്കി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ അതെന്താ? ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ്. ഇത് അധികം ആൾക്കാരൊന്നും പഠിക്കാത്തതാണ്. ഒരുപാട് ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ലാത്ത ആളാണ്. മോസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ്സ് ഈ മാസ് ട്രാൻസ്ഫർ സ്കിപ്പ് ചെയ്യും, അത്ര ഐഡിയ ഇല്ലാത്തൊരു ഏരിയ ആണ്. അപ്പോൾ അറിയത്തില്ല, ഒരു ഐഡിയ ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക, അതിന്റെ സിമ്പിൾ കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു റെക്ടാങ്കിൾ കൊടുത്തു, നോ ഐഡിയ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അത് അറിയാം, സംഭവം അറിയാം, ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഇക്വേഷൻ ഒക്കെ അറിയാം, പക്ഷെ ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ 0.25 ആണ്, 1 × 10⁻8 ആണ്. ആക്ച്വലി ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്റെ എക്സാമ്പിൾ പ്രോബ്ലം ആയിട്ട് എടുത്തു മാത്രം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി അത് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നില്ല, പക്ഷെ അറിയാമെങ്കിൽ അതിന്റെ സിമ്പിൾ കൊടുക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആർ ട്രൂ ഫോർ ഓസ്റ്റനേറ്റിനെ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് സോൾഡ് സൊല്യൂഷൻ ഓഫ് അയൺ കാർബൺ ക്രോമിയം FCC ക്രിസ്റ്റൽ സ്ട്രക്ചർ സ്റ്റേബിൾ അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻ അറിയാം, പക്ഷെ കറക്റ്റ് ആൻസർ ഏതെന്ന് അറിയില്ല. എന്ത് ചെയ്യാം, അതും ഒരു സിമ്പിൾ കൊടുക്കുക. ഓക്കെ, രണ്ടാമത് വരേണ്ട ക്വസ്റ്റ്യൻ ആണ്, രണ്ടാമതുള്ള ഈ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കണം. ഓക്കെ, അങ്ങനെ പോയി ചെയ്യാം. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും ഓരോ സിമ്പിൾസ് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. So that is all about the examination approach. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഒരുപാട് സമയം കളയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. യുവർ ടൈം ഈസ് വെരി വാല്യുബിൾ. എങ്ങനെയാണ് എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെ ചെയ്യരുതെന്നും പറഞ്ഞു, ടൈം ടേബിൾ ഉണ്ടാക്കേണ്ട ഇമ്പോർട്ടൻസ് പറഞ്ഞു, ടെസ്റ്റ് കണ്ടക്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് പറഞ്ഞു, എക്സാമിനേഷൻ ഹാളിൽ എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ലൈവിലുള്ളവർക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന രീതിയിൽ എന്തെങ്കിലും പറയാം. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? മീൻസ് സബ്ജക്ട് ഡൗട്ട് അല്ലാതെ ചോദിച്ചാൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് ചെയ്ത് എല്ലാവരും.
സോ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ടൈം ടേബിൾ ഉണ്ടാക്കുക. നാളെ മുതൽ തന്നെ ഒരു ഫ്രഷ് ആയിട്ട് ഇതുവരെ തുടങ്ങാത്തവരോടാണ് നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ ഒരു ഫൈനൽ ടൈമാണ്. നിങ്ങളുടെ കരിയർ മാറ്റാൻ വേണ്ടി മാറാനുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാവിയെ നിർണയിക്കും എന്ന് കരുതി വാശിയോടെ തന്നെ ഒട്ടും എന്താ ഭയപ്പെടാതെ ഫുൾ കോൺഫിഡൻസോടുകൂടി പഠിക്കുക. ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.